Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuyassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. So we are studying the chapter time, isn't it? നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ടൈം എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ ദി ലാസ്റ്റ് ക്ലാസ് വി സ്റ്റഡീഡ് ഹൗ ടു റീഡ് ടൈം, അല്ലേ? നമ്മൾ ടൈം എങ്ങനെ റീഡ് ചെയ്യണമെന്ന് പഠിച്ചിരുന്നു. ടുഡേ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് ഓഫ് ദ ചാപ്റ്റർ, ദാറ്റ് ഈസ് AM ആൻഡ് PM. വാട്ട് ഈസ് ദാറ്റ്? AM ആൻഡ് PM. What do you mean by AM and PM? A day has 24 hours. അപ്പോൾ 1 day എന്ന് പറയുന്നത് 1 day is equal to 24 hours. 1 day is equal to 24 hours. And the hour hand takes 12 hours to complete one round of the clock. So in a day it moves twice around the clock. അതായത് നമ്മൾ ക്ലോക്ക് പഠിച്ചായിരുന്നു, അല്ലേ? അപ്പോൾ ക്ലോക്ക് പഠിച്ചപ്പോൾ എന്തായിരുന്നു? ആ ക്ലോക്കിൽ ആ ഹവർ ഹാൻഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഇത് കറങ്ങി 12-ൽ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് 12 hours എടുക്കും, അല്ലേ? 12-ൽ സ്റ്റാർട്ട് ചെയ്ത് 12-ൽ തിരിച്ച് ഹവർ ഹാൻഡ് എത്തുമ്പോൾ 12 hours എടുക്കും. അപ്പോൾ 24 hours ഒരു ഡേ ഉണ്ടെങ്കിൽ ആ ക്ലോക്ക് എത്ര പ്രാവശ്യം അങ്ങനെ കറങ്ങും? 2 പ്രാവശ്യം ഹവർ ഹാൻഡ് അങ്ങനെ കറങ്ങി വരണം, അല്ലേ? 24 hours കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എന്താണ്? So in a day it moves twice around the clock. 2 times, twice means 2 times hour and അങ്ങനെ റൊട്ടേറ്റ് ചെയ്യും 1 day. And 12 o'clock at night is called 12 midnight. അപ്പം രാത്രി 12 o'clockനെ നമ്മൾ 12 midnight എന്ന് പറയും. 12 രാത്രി 12 o'clockനെ നമ്മൾ 12 midnight എന്നും പറയും. ആൻഡ് 12 o'clock ഇൻ ദ ഡേ ഈസ് കോൾഡ് 12 noon. അതായത് പകലുള്ള 12 o'clockനെ നമ്മൾ 12 noon എന്നും പറയും. ഓക്കെ, സോ 12 o'clock അറ്റ് നൈറ്റ് ഈസ് കോൾഡ് 12 midnight and 12 o'clock അറ്റ് ഡേ ഈസ് കോൾഡ് 12 o'clock ഇൻ ദ ഡേ ഈസ് കോൾഡ് 12 noon. The time between 12 o'clock midnight and 12 o'clock noon is indicated as AM. അതായത് 12 o'clock രാത്രി 12 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നമ്മളുള്ള ടൈമിനെ നമ്മൾ AM വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും. വാട്ട് ഈസ് AM വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. ആൻഡ് the time between 12 o'clock noon and 12 o'clock midnight is indicated by PM. അപ്പോൾ ഉച്ചയ്ക്ക്, അതായത് 12 o'clock noon മുതൽ 12 o'clock midnight വരെയുള്ള ടൈമിനെ നമ്മൾ എന്താണ്? PM വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, അതായത് രാത്രി 12 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള ടൈമിനെ നമ്മൾ AM വെച്ചിട്ടും ഉച്ചയ്ക്ക് 12 മണി 1 മണി 2 മണി എന്നുള്ള അത് രാത്രി 12 മണി വരെ നമ്മൾ എന്ത് പറയും? PM വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ, യു ഗോസ് ടു സ്കൂൾ അറ്റ് 8:30 AM or 8:30 PM. ഇറ്റ് ഈസ് 8:30 AM, അല്ലേ? കാരണം രാവിലെ 8:30ക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലത്തെ 8:30 എന്നുള്ള ടൈം എന്ന് പറയുന്നത് എന്തിനിടയ്ക്ക് വരും? ഈ 12 o'clock midnightനും 12 o'clock noonനും ഇടയ്ക്ക് വരും. സോ വി വിൽ ഇൻഡിക്കേറ്റ് ഇറ്റ് ആസ് AM, അല്ലേ? ആൻഡ് went back to home at 4 AM or 4 PM. 4 PM because it is in between 12 noon to 12 o'clock midnight. Okay, so this is the difference between AM and PM. അപ്പോൾ AM and PM എങ്ങനെയായിരുന്നു? One day is equal to how many hours? 1 day is equal to 1 day is 24 hours and 12 hour and takes 12 hours to complete one round of the clock. And in a day a clock rotates twice around the clock. In a day the hour hand rotates twice around the clock. And we studied 12 o'clock at night is called
12 midnight, and 12 o'clock in the day is called 12 noon. And in the time in between 12 o'clock midnight and 12 o'clock night is indicating as AM, and in the time in between 12 o'clock noon and 12 o'clock midnight we will indicate it as PM. Okay, ഇത്രയുമാണ് ടൈമിനെ എ എമ്മിലും പി എമ്മിലും പറയുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു റൈറ്റിംഗ് ദ ഡേറ്റ്. ഹൗ ടു റൈറ്റ് ദ ഡേറ്റ്? Take your textbook, page number 115, and there is a date. They given a date for you. This is the method how to write the date, and this 15 indicates the day. This number indicates month, and this indicate year. ദിസ് ഈസ് എ ഡേ. അതായത് 1 മന്തിൽ എത്ര ഡേയ്സ് ഉണ്ട്? 30 or 31 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ആ ഡേ ആണ് ഇന്നത്തെ തീയതി എന്ന് നമ്മൾ പറയത്തില്ല, അതാണ് ഈ ഡേ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദിസ് 15 ആൻഡ് ദിസ് 2 ഇൻഡിക്കേറ്റ്സ് മന്ത്. വി ഓൾറെഡി സ്റ്റഡീഡ്. വി ഹാവ് 12 months in an year. January is the first month, February is the second month, third is March, fourth is April, like that. So 02 means it is second month. Second month ഏതാണ്? ഫെബ്രുവരി. അപ്പോൾ ഇത് എങ്ങനെയാണ്? 15th February 2019. അങ്ങനെയാണ് ഇതിൻ്റെ എന്താണ് ഹൗ ടു റൈറ്റ് ദ ഡേറ്റ്. ഒരു ഡേറ്റ് എഴുതുന്നൊരു ഫോർമാറ്റ് ഇതാണ്. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ ഡേ, സെക്കൻഡ് വി ഹാവ് ടു റൈറ്റ് ദ മന്ത്, പിന്നെ തേർഡ് എന്താണ്? വി ഹാവ് ടു റൈറ്റ് ദ ഇയർ. ദിസ് ഈസ് ഹിയർ ഇറ്റ് ഈസ് 2019. പ്രസൻറ്റ് ഇയർ എന്താണ്? ദിസ് ഇയർ ഈസ് 2020. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേറ്റ് എഴുതുന്ന ഫോർമാറ്റ് ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ഡേ, നെക്സ്റ്റ് മന്ത് ആൻഡ് നെക്സ്റ്റ് year. So this number indicates the month January, first month, February is the second month. So this date month indicates February. This is day, or we can say date. ഡേറ്റ് നമ്മൾ എന്താണ്? DD എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. ആൻഡ് ഫോർ മന്ത് വി വിൽ റൈറ്റ് MM, ആൻഡ് ഫോർ ഇയർ YYY. ഫോർ ഇയർ വി ആർ റൈറ്റിംഗ് Y. അപ്പോൾ എങ്ങനെയാണ് ഫോർമാറ്റ്? DD -Y MM -YYY. സോ ഇതാണ് എന്ത്? ഒരു ഡേറ്റ് എഴുതുന്ന ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഡേറ്റ് എഴുതുന്ന ഫോർമാറ്റ് എങ്ങനെയാണ്? ഡേറ്റ്, മന്ത് ആൻഡ് ഇയർ. ഓക്കെ, സോ ടുഡേ വി സ്റ്റഡീഡ് about clock. We studied AM and PM, and about date we studied how to write the date. Okay, so we have some exercise based on it that we can do in the next class. Today's class is over. Assalamu alaikum.